തുണികളെ നമ്മളൊരു കാര്യം പറയട്ടെ. ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ആനമുളിയിലാണ്. ആനമുളിയിൽ നമ്മളൊരു ചേട്ടൻ പണിക്ക് വന്നപ്പോൾ ഞങ്ങളെ മുതലാളിയാണ്. ആ മുതലാളി ഞങ്ങൾക്കൊരു കാട്ടുകയ്പ്പൊക്കെ കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാലേ ഈ ഒരു കാട്ടുകയ്പ്പൊക്കെ അല്ലേ ഏട്ടാ, ഇത് കഴിച്ചാൽ എന്തൊക്കെ ഗുണം ഉണ്ടാവും? ഗുണം നമ്മുടെ ശരീരത്തിന് എല്ലാത്തും കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്. വിറ്റാമിൻസ്, വളം, മരുന്നും മന്ത്രവാദമൊന്നുമില്ല. ഇത് കാട്ടിൽ തന്നെ മുളച്ചുണ്ടായി വരുന്ന സാധനമാണ്. എൻ്റെ പേര് ചാത്തൻ എന്നാണ്. ആനമുളി കോളനിയാണ്. എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാട്ടിക്കൊടുത്തത്. ഇതുകൊണ്ട് ഒരു മന്ത്രവാദമോ കുന്ത്രവാദമോ ഒന്നുമില്ല. ഇത് തന്നെ മുളച്ചുണ്ടായി ഉണ്ടാകുന്നത്. ഞങ്ങൾ ആ സാധനം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഇതില് മറ്റേ വേറെ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അത് കാട്ടിലുണ്ടാകുന്ന സാധനമാണ്. അല്ല വേറെ എല്ലാ വർഷവും ഉണ്ടാവും അല്ലേ? അത് എല്ലാ വർഷവും ഉണ്ടാവും. പിന്നെ എവിടെയും കാട്ടിൽ കൂടെ എവിടെ ഉണ്ടാവും എല്ലാ സ്ഥലം. പക്ഷെ ഇതാ നമ്മൾക്കിത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത് അത് അതിമൊരു കായുണ്ട്. ഇതാ കായ കാണിച്ചിട്ടോ. ഇതാണ് സാധനം. ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇതാണ് കാട്ടുകയ്പ കേട്ടോ. കണ്ടില്ലെന്ന് പറയരുതേ. ഈ സാധനം കഴിച്ചാലേക്ക് ₹1 കൊടുക്കേണ്ടതാ. കാട്ടിൽ പോയിട്ട് ഇതുപോലെ പറിച്ചെടുക്കാം. പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാലേ നമ്മള് മരുന്നും മന്ത്രമൊന്നും ചെയ്യണില്ല. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനും ഗുണം ഇതിലുണ്ടാവും. ചെയ്യണതാണ് ഗുണം ചെയ്യണത്. ഒരുപാട് വിറ്റാമിൻസ് ഒന്നും ചെയ്യണില്ല. ഇത് തന്നെ മുറിച്ചുകൊണ്ട് വള്ളി പടർന്ന പോലും സാധാ കയ്പയ്ക്ക പോലുള്ള സാധനമാണ്. വേറൊന്നും ഇല്ല, ചേർന്നില്ല. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരുന്ന ഇരിക്കണത്. അതെ അതെ, ഞങ്ങൾ ഡെയിലി ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇപ്പൊ ചേട്ടന്റെ അവിടെ അടുക്കളയിൽ ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്താൽ അത് വേറെ എന്തൊക്കെയാണ് കൂട്ടിന്ന് പറഞ്ഞത്? പരിപ്പ്. പരിപ്പ്. പിന്നെ ഉപ്പേരി വെക്കണേ ചെറുള്ളി, പച്ചമുളക്, എണ്ണ, തേങ്ങ. ഇപ്പൊ നിങ്ങൾ കറിയാണ് വെച്ചിട്ടുള്ളത്? കറി വെക്കുമ്പോ നമ്മൾ ആദ്യം ഇത് വെക്കുക അതോ പരിപ്പ് വെച്ചിട്ടല്ലേ ഇത്? അങ്ങനല്ല, ഇത് അരിഞ്ഞ് ആയിട്ട് പരിപ്പും ഇത് കൂട്ടിയിട്ട് വേവിക്കുക. പിന്നെ പരിപ്പ് ഇടുക. പിന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ മല്ലിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് ചെറിയ സാധനങ്ങൾ പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ കൂടത്തൊന്നും പറ്റില്ല. ഇല്ലല്ല. അപ്പൊ നമ്മള് ഇത് ആദ്യം മുറിച്ച് വെക്കും. പിന്നെ നമ്മള് പരിപ്പ് അടുപ്പത്ത് വെക്കും അല്ലേ? പരിപ്പ് ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇതിനുള്ളിൽ ചെറിയ കുരു ഉണ്ടാവും. ആ കുരുന്ന് ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ ചെറിയ പാവയ്ക്ക് ഒഴിവാക്കണ പോലെ മുറിച്ച് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പേരി വേണമെങ്കിൽ ഉപ്പേരി വെക്കാം, കറി വെക്കണമെങ്കിൽ കറി വെക്കാം. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അനുഭവം അത് ഈ കാണുമ്പോഴാണ് ഈ സംഭവം അറിയണത്. ഈ കാട്ടുകയ്പക്കാന്ന് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ഞാനിന്ന് ഞെട്ടിപ്പോയി. കാട്ടുകയ്പ് കാരണം ഈ കാട്ടുകയ്പ് നമ്മൾ അത് കണ്ടിട്ടില്ല, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഈ കാട്ടുകയ്പക്ക. ഇല്ലല്ല, ഈ പ്രായത്തിൽ കഴിച്ചിട്ടില്ല. എന്റെ വീട് വരുന്നത് മണ്ണാർക്കാട് കഴിഞ്ഞ് വേങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ്. വേങ്ങ, കോട്ടപ്പാടം ചുങ്കം അരിയൂര് വേങ്ങ. അരിയൂര് വേങ്ങ. കോട്ടപ്പാടത്തേക്ക് എത്തണ്ട, അതിന്റെ കുറച്ച് പുറത്ത്. അതെ അതെ. അപ്പോ ഈ സാധനം മനസ്സിന് ഒരു ദോഷം ചെയ്യില്ല. ഞങ്ങൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഭാര്യ ഇപ്പൊ കൊണ്ടുവന്ന് കാണിച്ചു തന്നില്ലേ? എന്റെ അടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ? കണ്ട് ഞാനതായിട്ട് ഞങ്ങൾ കഴിക്കണത്. അല്ല, ഇത് മരുന്നില്ല, മന്ത്രമില്ല, കുന്ത്രമില്ല. ഇത് തന്നെ മുളച്ചുണ്ടാക്കി വരുന്ന ഒരു സാധനമാണ്. ഇതാണ് കാട്ടുകയ്പക്ക. അതെ, വള്ളി. അതെ, കണ്ടോ, കയ്പക്കന്റെ അതേ വള്ളി തന്നെയാണ്. പക്ഷെ ഇത്തിരി വലിപ്പം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാധാ പാവയ്ക്കിന്റെ അതെ, സ്മെല്ലൊക്കെ അതേ മാതിരി തന്നെ കേട്ടോ. നോക്കിയോ? കുഴപ്പമില്ല, സ്മെല്ലൊക്കെ അതുപോലെ തന്നെയാണ്. സ്മെല്ല് കണ്ടോ, നല്ല മണാണ്. കയ്പക്കന്റെ അതേ മണാണുള്ളത്. പക്ഷെ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമ്മള് ഇത് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ മാത്രം. സാധാ കയ്പക്ക ആവുമ്പോ കുറച്ച് നീളത്തിലുണ്ടാവും. ഇത് ചെറിയ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണമായിരിക്കും കയ്പക്ക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലത്തെ സാധനങ്ങൾ എവിടെയെങ്കിലും കാട്ടിൽ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോളിയും. ഒരു പ്രശ്നമല്ല. രാസവസ്തുക്കളോ മറ്റുള്ള കീടനാശിനികളോ ഒരു പരിപാടി ഇതിലില്ല. ഒന്നുമില്ല. ഓക്കെ, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ? അതെ കണ്ട് ഇവര് എന്റെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലേ? അതെ, അവര് അതെ ഈ സാധനം ഇപ്പോ മറ്റേ കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവായിട്ടില്ല, അടുപ്പത്തുള്ളത്. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാ വെച്ചാലോ, ഇവിടെ ചെറിയ വർക്കിന് വന്നപ്പോഴാണ് ഇത് ഈ ചേട്ടനെ കണ്ടുമുട്ടിയതും ഇതിനെപ്പറ്റി പരിചയപ്പെട്ടതും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ തരുമോ? ഇപ്പൊ പച്ചക്കറിക്ക് നല്ല വിലയല്ലേ? അപ്പൊ ഇങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോ, അതായത് കാട് കിട്ടില്ല. ഇല്ലല്ല, എല്ലാ കാട്ടിലും പോയിട്ട് കിട്ടില്ല. കിട്ടൂല. ഇതൊക്കെ ഉൾപ്രദേശമുള്ള കാട്ടിൽ മാത്രമേ ഉണ്ടാവും. ഉള്ളിൽ പോയി കിട്ടില്ല.
ആ അതെ മരത്തിനുള്ളിൽ പോയി മരത്തിനുള്ളിൽ പോയി കെട്ടില്ലെന്നാ പറഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പുണ്ടാവുമല്ലോ. ഇതാണ് ഇത് അങ്ങനെ ഫോറസ്റ്റിന്റെ ഏരിയ വനാണ്. ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. ഇപ്പൊ നമ്മളല്ലത് ആനമുള്ളിലാണ് കേട്ടോ. ആനമുള്ളി അതാ അട്ടപ്പാടിക്ക് പോണ പോലെ വലിയ പാറ തന്നെ വരക്കലിന്റെ താഴെ. വരക്കലിന്റെ താഴെ ആ വരക്കല്ലൊക്കെ അതാ കോടണ്ട് മൂടിക്കണം, കാണാൻ പറ്റില്ല. വരക്കലിന്റെ താഴെയാണുള്ളത് ചേട്ടാ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അമ്പലത്തിന്റെ നേരെ അതെ അവിടെ അമ്പലം, താഴത്തെ അമ്പലം ഉണ്ട്, ഇവിടെ കാണില്ല. അയ്യപ്പന്റെ അമ്പലം ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് മേൽഭാഗത്താണ് നമ്മളുള്ളത്. ഇപ്പൊ നമ്മൾ അട്ടപ്പാടിക്ക് പോകുമ്പോ ഇടത് ഭാഗത്ത് കേട്ടോ. അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതുപോലെ നമുക്ക് കാട്ടുന്ന് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇതുപോലെ നമുക്ക് പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ? വേറെ അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് കാട്ടുകിഴങ്ങ് ഉണ്ടല്ലേ. ഈ കാട്ടുകിഴങ്ങ് എന്ന് പറയുമ്പോ അതിൽ എന്തിനൊക്കെ ഉപയോഗിക്കണതാണ്? അതായത് കറി വെക്കാൻ തന്നെയാണോ അതോ വേറെ വല്ല മരുന്ന് വേണോ? കറി വെക്കാനല്ല, അത് നമ്മള് ഭക്ഷണം. അത് ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾക്കറിയില്ല, അതെ ഞങ്ങൾക്കറിയുള്ളൂ. കിഴങ്ങുണ്ട്, ഈ നൂറ്റക്കിഴങ്ങ് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ കവരക്കിഴങ്ങ് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ മണ്ണിൽ നമ്മൾ കമ്പി ഇതൊക്കെ ഇട്ട് നമ്മൾ കുഴിച്ചെടുക്കണം മണ്ണിന്റെ അടിയിൽ നിന്ന്. നമ്മൾ കാച്ചലില്ലേ, കാച്ചൽ പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, അറിയില്ല. ഞങ്ങള് പിന്നെ എവിടെ ഈ ലോകത്തെ എവിടെ ജീവിക്കുന്നത്? ചേമ്പ് ഏത് ചേമ്പ്? സാധാരണ പാൽച്ചേമ്പ് അറിയും, പിന്നെ ചൊറിച്ചേമ്പ് അറിയും, ചെറുചേമ്പ്. ചെറുചേമ്പ്. ഇപ്പൊ നമ്മുടെ ഉമ്മർത്തിരിക്കുന്ന ചേമ്പ് നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ല. ഉമ്മർത്ത് അവിടെ ഇരിക്കുന്നത് ഐശാമ്പല്ലേ? നമ്മുടെ ഉമ്മർത്തിരിക്കുന്നത് അതെന്ത് ചേമ്പാ? ചെറുചേമ്പല്ലേ? അത് ചെറുചേമ്പല്ല, അത് മറ്റേ പട്ടാറ്റോ വേറെ ചേമ്പാ. പാൽച്ചേമ്പ് വേറെ. നിങ്ങളെ അമ്മർത്തിലെ ചേമ്പിന്റെ പേരെന്തായിരുന്നു? തളമലൊട്ടി പറയും. തളമലൊട്ടി ചേമ്പ്. അങ്ങനെ 3 ചെയ്യുന്ന ചേമ്പുണ്ടല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, കിഴങ്ങ്, കാട്ടുകിഴങ്ങ്. ഈ നൂറ്റക്കിഴങ്ങുണ്ട്. അതെ, നൂറ്റക്കിഴങ്ങുണ്ട്, പിന്നെ ചാവലുണ്ട്, പിന്നെ കവലക്കിഴങ്ങുണ്ട്. അതൊക്കെ നമ്മൾ കുഴിച്ചെടുക്കണം മണ്ണിന്റെ അടിയിൽ നിന്ന്. അതിന്റെ വള്ളിയില്ലേ, വള്ളി മണ്ണിലുണ്ടാവും. മനസ്സിലായോ? അത് നമ്മൾ കമ്പിയോ വടിയോ ആ ചെത്തി കൂർപ്പിച്ചായിട്ട് നമ്മൾ കുഴിക്കണം. കുഴിച്ച് അത് എവിടം വരെ ഉണ്ടോ അത്രയും നമ്മൾ താഴ്ത്തി കുഴിച്ചെടുക്കണം. അതുകൊണ്ട് അതെന്താ ചെയ്യാ? അത് നമ്മൾ കൊണ്ടുവന്നിട്ട് വെള്ളത്തിട്ട് കഴുകി അതിൻ്റെ മേലെ കൂടെ ചെറിയ ചെറിയ നമ്മുടെ മുടിനാര് പോലുള്ള രോമങ്ങളുണ്ടാവും. അതൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പാത്രമിട്ട് വേവിക്കുക. ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അത് നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ കപ്പയൊക്കെ പുഴുകില്ലേ അതേപോലെ ആയി കിട്ടും. കപ്പ എങ്ങനെ പുഴുകാം? കപ്പ സാധാരണ വെള്ളത്തിൽ എങ്ങനെ? അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, കപ്പ എങ്ങനെ പുഴുകാം? എനിക്ക് കപ്പ പുഴുങ്ങിൽ പരിചയമല്ല. എന്റെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ കപ്പ എങ്ങനെ പുഴുങ്ങില്ല വെച്ചാൽ അതിന്റെ തൊലി കളഞ്ഞിട്ട് നമ്മള് കുറച്ച് വെള്ളത്തിൽ വെക്കും, കുറച്ച് ഉപ്പ് ഇടും, അത്ര തന്നെ. അതേപോലെ ഇത് ചെയ്താൽ മതി. അതേപോലെ ഇതേപോലെ ചെയ്താൽ മതി അല്ലേ? നമ്മൾ കപ്പ വാങ്ങിയിട്ട് വെള്ളത്തിൽ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്യാസിലോ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അടുപ്പത്തോ അങ്ങനെ വിറകിലോ ഗ്യാസിലോ വെക്കാം. നമ്മൾ സാധാ എങ്ങനെ വീട്ടിൽ എങ്ങനെ ചെയ്യണം അതുപോലെ എന്നിട്ട് ഉപ്പിട്ടിട്ട് അത് പിന്നെ ഒരു 2-3 ആവി ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പിടിച്ച് നോക്കുക. അപ്പം നല്ലപോലെ നെങ്ങും. അപ്പോൾ വെന്തൊന്ന് കണക്കുട്ട. അതന്നെ ഈ സാധനം കാണാൻ പറ്റുമോ? കാട്ടുകിഴങ്ങ് ഇപ്പൊ കാണാൻ പറ്റില്ല. ഇപ്പോൾ മറ്റേ ചേച്ചി പറഞ്ഞില്ലേ വേറെന്തൊരു നെല്ലിക്ക അച്ചാറിടാൻ പറ്റുന്നത്, അതെവിടെ ഉണ്ടാവും? മറ്റേ വള്ളിനാരങ്ങ. വള്ളിനാരങ്ങ അത് നിലവിലുണ്ടോ? ഇവിടെ ഉണ്ടോ? ഉള്ളിക്കോണല്ലേ? അത് വള്ളി മറ്റേ മുന്തിരിയില്ലേ, നമ്മൾ മുന്തിരി നാരങ്ങയില്ലേ, മുന്തിരിൻ്റെ അതേ ടൈപ്പ് തന്നെ വള്ളിയിലുണ്ടാകുക. കൊലയായിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ടാവും. ആ അച്ചാറിനെ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കാര്യം, ഞാൻ ഇനി ഒരു ദിവസം ഒഴിവുള്ള ദിവസം വരണ്ട, നമുക്ക് വള്ളിനാരങ്ങൻ്റെ ഒരു അത് നമ്മുടെ കുടിക്കാത്തോടെ എൻ്റെ ഭാര്യയോടെ പറഞ്ഞ് കൊണ്ടുതരും. ഇവിടെ പണിക്ക് വരാൻ നമ്മുടെ വീട് പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ കാട്ടിത്തരാം. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ, ഞാൻ ഫീൽഡ് പോകുമ്പോൾ, ഞാൻ ഫോറസ്റ്റിലെ പണിയെടുക്കുന്നത്, ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ഇപ്പൊ പറ്റൊന്നും കിട്ടില്ല. ഇല്ലല്ലേ? ഇപ്പൊ കിട്ടില്ലല്ലേ? ഇപ്പൊ കിട്ടില്ല. അത് പുള്ളി വരത്ത് കൂടെ പോകുമ്പോഴേ കിട്ടുള്ളൂ. അത് വള്ളിയാണ്. അത് മുന്തിരിയില്ലേ, അതേപോലെ ഇങ്ങനെ കൊലകൊലാതെ തൂങ്ങി നിൽക്കും മുന്തിരി വള്ളി അല്ലേ? അപ്പോൾ ആയിക്കോട്ടെ ചേട്ടാ, ഇത്രയും ഒരു മറ്റേ ഈ ഒരു കാട്ടുവള്ളിയുടെ കാര്യങ്ങൾ, മറ്റേ കൈപ്പക്കൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ കാര്യം അറിയില്ല. അപ്പോൾ അല്ല, അറിയുന്നവരെ അറിഞ്ഞോട്ടെ, നീ കൊടുത്തോ. ഓക്കെ, നമുക്കിത്
നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവും. കാരണം ഇതുപോലെ ഒരുപാട് കാടുകളുള്ള സ്ഥലങ്ങളുണ്ടാവും. അതല്ല ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളെ തേടി ഇവിടെ വരുമല്ലോ. അതെ അതെ ഈ അറിയുന്നവര് വീഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളറിയുന്ന ഇവിടെ തേടി വരും. അതെ അതെ അതെ. ഇതുപോലെ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേട്ടൻ സമീപിച്ചാൽ മതി കേട്ടോ. ചേട്ടൻ സെറ്റാക്കി തരും. അങ്ങനെ സെറ്റാക്കുന്ന അല്ല അങ്ങനെയല്ല, ഇത് ചിലപ്പോ ഇതിനെ ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ടാവും. കിട്ടുകയാണെങ്കിൽ തരും. ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പ് പറയാൻ പറ്റില്ല. ഞങ്ങളെ സഹായിച്ച് ഞാൻ തന്നിരിക്കും. അതെ, നമ്മളെ ആനമുള്ളിയിലാണ് നമ്മുടെ ചേട്ടുള്ളത്. നമ്മളെ അയ്യപ്പന്റെ കാവുണ്ട് റോഡ് സൈഡിൽ. അതിന്റെ ഏറ്റവും എൻ്റെ പേര് ചാത്തന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് കുമാരിയാണ്. കുമാരി. ഞാൻ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അതെ, ഓക്കെ. എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത് പേടിക്കുന്ന മന്ത്രം മറ്റേ കുന്ത്രങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നില്ലേ? അതെ അതാ ആ വള്ളി, നമ്മളാ വള്ളിന്റെ അടുത്ത് തന്നെ നിൽക്കണത്. അതെ തന്നില്ലേ? ശരിക്കതാ അതേ പൂവൊക്കെ അതേമാതിരി തന്നെ കണ്ടോ. കൈപ്പക്കൻ്റെ അതേ പൂവ് തന്നെയാണ്. കണ്ടോ? അതേ പൂവ് തന്നെയാണ്. അപ്പം എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏട്ടാ നമസ്കാരം. ആയിക്കോട്ടെ. എൻ്റെ പേര് ചാത്തന്നാണ്. ആനമുളി കോളേജിലാണ്. ആനമുളി സിറ്റിയിൽ നിന്ന് അയ്യപ്പൻ അമ്പലത്തിൻ്റെ നേരെ തൊട്ടേ മേലെ തന്നെ പോകും. ആയിക്കോട്ടെ, ഓക്കെ, ബൈ.